തീരദേശ മേഖലയെ സംരക്ഷിക്കേണ്ട സമയം അതിക്രമിച്ച നടുക്കരി സജീവ് ജോസഫ് MLA മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന പ്രതികാര നടപടിയുമായാണ് LDF സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും MLA പറഞ്ഞു. UDF കല്യാശ്ശേരി പയ്യന്നൂർ നിയോജകമണ്ഡലം കടൽ സംരക്ഷണ പ്രഖ്യാപന കൺവെൻഷൻ പഴയങ്ങാടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന LDF സർക്കാർ ഇത്രയും വർഷങ്ങളായിട്ടും ഒന്നും ശരിയാക്കിയില്ല. മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന പ്രതികാര നടപടിയുമായാണ് LDF സർക്കാർ മുന്നോട്ടു പോകുന്നത്. തീരദേശങ്ങൾ ഉൾപ്പെടെ അദാനിയെ പോലുള്ള കുത്തക മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. തീരദേശവാസികളുടെ അവകാശങ്ങൾക്കായി UDF പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണെന്നും MLA പറഞ്ഞു. നാളിതുവരെ 4 വർഷക്കാലമായി രണ്ടാം പിണറായി സർക്കാർ ഒന്നും തീരദേശ ജനതയ്ക്ക് വേണ്ടി നൽകിയിട്ടില്ല. കേന്ദ്ര സർക്കാർ എടുക്കുന്ന സമീപനങ്ങൾ അതിനേക്കാൾ ഗൗരവമുള്ള വിഷയങ്ങളാണ്. കേരളം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ ബംഗാൾ മുതൽ കേരളം വരെയുള്ള ആയിരക്കണക്കിന് കിലോമീറ്റർ ദൈർഘ്യമുള്ള നമ്മുടെ കടലോരത്തെ ജനതയുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇതെല്ലാം ചില മുതലാളിമാർക്ക് അടിയറ വെക്കാൻ, അദാനിക്ക് അടിയറ വെക്കാൻ, നമ്മുടെ തീരദേശത്തെ പൂർണ്ണമായും അടിയറ വെക്കാൻ ഓരോ 200 കിലോമീറ്ററും ദൈർഘ്യത്തിൽ ഓരോ സ്ഥലത്ത് തുറമുഖങ്ങൾ സ്ഥാപിച്ച് സ്വകാര്യ മുതലാളിമാർക്ക്, അദാനിയെ പോലെയുള്ള സ്വകാര്യ മുതലാളിമാർക്ക് എഴുതി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന തീരദേശ സംരക്ഷണ ജാഥയ്ക്ക് മുന്നോടിയായാണ് UDF കല്യാശ്ശേരി പയ്യന്നൂർ നിയോജക മണ്ഡലങ്ങളുടെ നേതൃത്വത്തിൽ കടൽ സംരക്ഷണ പ്രഖ്യാപന കൺവെൻഷൻ പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ചത്. UDF കല്യാശ്ശേരി മണ്ഡലം ചെയർമാൻ സുനിൽ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. TNA ഖാദർ, സജിത് ലാൽ, MP ഉണ്ണികൃഷ്ണൻ, SKP സക്കറിയ, അജിത് മാട്ടൂൽ, V രാജൻ, കൂനത്തറ മോഹനൻ, PV ധനലക്ഷ്മി, റഷീദ ഒടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.